അടുത്തതായി അഹ്കാമു റാ, റാഇന്റെ വിധികളാണ്. റാഇന് രണ്ട് ഹുക്കുമുകളാണ് ഉള്ളത്. ഒന്ന്, റാഇനെ തർഖീഖ് ചെയ്തുകൊണ്ടുള്ള ഉച്ചാരണം. രണ്ട്, റാഇനെ തഫ്ഖീം ചെയ്തുകൊണ്ടുള്ള ഉച്ചാരണം. ഒന്ന് നേർപ്പിച്ചിട്ടും ഒന്ന് വണ്ണം വെപ്പിച്ചുകൊണ്ടുള്ള ഉച്ചാരണമാകുന്നു. ഉദാഹരണമായി നോക്കൂ, ര തർഖീഖ്, ര എന്ന് പറയുന്നത് പോലെ ആയിരിക്കണം ഈ മൂന്ന് അവസ്ഥകളിൽ ഉച്ചരിക്കേണ്ടത്. റാഇനെ തർഖീഖ് ചെയ്യേണ്ട അവസ്ഥകൾ ശ്രദ്ധിക്കുക. മക്കീസൂറൈ വന്നിടും റാഇനെ നേരമിൽ തർഖീഖയോദനം അറിയണം ലോകരെ. മക്കീസൂറൈ വന്നിടും നേരമിൽ റാഇനെ തർഖീഖയോദനം അറിയണം ലോകരെ. സുകൂനോടെ മാ ഖബൽ മക്സൂറൈ വന്നിടും നേരമിൽ തർഖീഖായി പറയണം. സുകൂനുള്ള യാഇന്റെ പിന്നിലായി വന്നിടും സുകൂനുള്ളതായ റാഇ വഖഫദിൽ മരീജും ഫി ഖദീരും ഖബീറും മസലായി മറക്കാതെ തർഖീഖായി പറയണം. മക്സൂറൈ വന്നിടും നേരമിൽ റാഇനെ തർഖീഖയോദനം അറിയണം ലോകരെ. അപ്പോൾ ഒന്നാമതായി റാഇനെ തർഖീഖ് ചെയ്യേണ്ട മൂന്ന് അവസ്ഥകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റാഇന് കസ്ർ വരുമ്പോൾ ര എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇതുപോലെ റിജാല് എന്ന് പറയുന്ന പോലെ റാഇന് കസ്ർ വന്നാൽ തർഖീഖ് അതെ നേർപ്പിച്ചാണ് പറയേണ്ടത്, റിജാല്. അതുപോലെ റാഇന് സുക്കൂനും തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് കസ്റും വന്നാൽ ഇതുപോലെ തന്നെ തർഖീഖ് ആയിട്ടാണ് പറയേണ്ടത്, ഫിർഔൻ, ഫിർഔൻ. അതുപോലെ സുക്കൂൻ യാഇന്റെ തൊട്ട് പിന്നിൽ റാ വഖഫിൽ വരിക. സുക്കൂൻ യാഇന്റെ തൊട്ട് പിന്നിൽ റാ വഖഫിൽ വന്നാൽ ഇവിടെയും ര എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ബസീർ, റിജാൽ, ഫിർഔൻ, ബസീർ. ഈ മൂന്ന് അവസ്ഥകളിലും റാഇനെ തർഖീഖ് ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. ഇതല്ലാത്ത ഏത് അവസരങ്ങളിലും റാഇനെ തഫ്ഖീം ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഉദാഹരണമായി നോക്കൂ, റാഇ തഫ്ഖീമായി ചൊല്ലും നേരമിൽ റാഇ വന്നിടും മഫ്തൂഹ് മദ്മൂമദിൽ സാകീനു റാഉ മാ ഖബൽ ളമ്മ ഫതീഹു കൂടതിൽ. റാഇ തഫ്ഖീമായി ചൊല്ലും നേരമിൽ സാകീനു റാഇൻ മുമ്പിൽ വന്നിടും കസ്റു അരീവു വന്നിടുമ്പോൾ സാകീനു റാഇൻ മുമ്പിൽ വന്നിടും കസ്റു അരീവു വന്നിടുമ്പോൾ തഫ്ഖീമായി ചൊല്ലും ഹുറൂഫുകൾ ഖുസ്സൽഖത്തിൻ ഖിൽ മുമ്പിൽ സാകിനായി റാഇ വന്നിടും മാരം മാത്രയിൽ തഫ്ഖീമായി ചൊല്ലും റാഹത്തിൽ ഗൈറു യാഉ സാകീനു വന്നിടും ബഅദ റാഉ സാകീനോട് ചേർന്നിടും ഫത്ഹും വളമ്മും മാ ഖബൽ എല്ലാം ചൊല്ലേണം തഫ്ഖീമാണതിൽ. ഈ 5 അവസരങ്ങളിൽ റാഇനെ തഫ്ഖീം ചെയ്തുകൊണ്ടാണ്. ഒന്നിൽ തഫ്ഖീം എന്ന് പറഞ്ഞാൽ മുഴപ്പിച്ചുകൊണ്ട് വായം നിറയെ നാവ് ഉയർത്തിക്കൊണ്ടായിരിക്കണം റാഇനെ ഉച്ചരിക്കേണ്ടത്. നോക്കൂ, റഹ്മാൻ, റുമ്മാൻ. റാഇന് ഫത്ഹോ ലമ്മോ വന്നാൽ റാഇനെ തഫ്ഖീം ചെയ്യണം. നോക്കൂ, ഇതുപോലെ റഹ്മാൻ, റുമ്മാൻ. അതുപോലെ തന്നെ സുക്കൂനുള്ള റാഇന്റെ തൊട്ട് മുന്നിൽ ലമ്മോ ഫത്ഹോ വരിക. സുക്കൂനുള്ള റാഇന്റെ തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് ഫത്ഹോ ലമ്മോ വരിക. നോക്കൂ, ഖുർആൻ, ഖറിയ,
ഖുർആൻ